ദേവി, മണി 9:30 കഴിഞ്ഞു. വരണുണ്ടോ നീ? ഇവളുടെ കൂടെ പുറപ്പെടാൻ ഒരുങ്ങിയാൽ സെക്കൻഡ് ബെൽ അടിക്കാണ്ട് സ്കൂളിൽ എത്താൻ പറ്റില്ല. നീ ഇങ്ങനെ ഇരിക്കപ്പുറത്തില്ലാണ്ടായാലോ എങ്ങനെയാ കൃഷ്ണ? ആ പെണ്ണെന്തെങ്കിലും കഴിക്കട്ടെ. ഓ കൃഷ്ണ, ഇങ്ങ് വന്നേ. ഇതാരുടെ പടാ? ഇതൊരു ടോണിക്കിന്റെ പരസ്യ. ആണുങ്ങളായ ഇങ്ങനെ ഇരിക്കണ കയ്യിന്റെ ഒക്കെ ഒരു വണ്ണം കണ്ടു. ഈ ടോണിക്ക് കുടിച്ച ഇങ്ങനെയാവോടാ? എന്റെ അമ്മയ്ക്ക് രൂപ വേണോ? എനിക്കല്ല, നമ്മുടെ സേതുവിന് ഒരു കുപ്പി വാങ്ങിക്കൊടുത്താൽ നല്ലതാ. സേതുവേട്ടന്റെ കാര്യം മുത്തശ്ശി പറയുന്നേ? ഇപ്പൊ തന്നെ തടി കൂടലാന്ന് പറഞ്ഞ് അച്ഛമാമ എന്നും മഴക്കാം. അമ്മയ്ക്ക് ഇപ്പൊ സേതുവിനെ ഇതുപോലെ ആക്കണമെന്നാ. എന്തിനാ ഗുസ്തിക്ക് വിടാനാ? അവൻ ഇൻസ്പെക്ടർ ആവേണ്ടതല്ലടാ. കള്ളന്മാരൊക്കെ നല്ല ഇടിയിടിക്കണമെങ്കിൽ നല്ല തടി വേണം. മുത്തച്ഛനെ കണ്ടിട്ടില്ലല്ലോ നീ? ഈ പടത്തിൽ കാണുന്നത് പോലെ ദേഹം. നിന്റെ അച്ഛനെ ഗുണമൊന്നും കിട്ടിയിട്ടില്ല. ആ രൂപഗുണം മുഴുവൻ കിട്ടിയിരിക്കുന്നത് സേതുവിനാ. നീ പോരണ്ടോ? അതോ അമ്മയുടെ പഴംപുരാണം കേട്ട് നിൽക്കണോ? മുത്തശ്ശി നേരായി, വൈകിട്ട് സ്കൂൾ വിട്ട് വന്നിട്ട് ബാക്കി കേൾക്കാം. പറഞ്ഞ് നാക്കെടുത്തില്ല. നിനക്ക് 100 ആയുസ. സേതുവേട്ടന്റെ ശരീരം നന്നാക്കാൻ ചില പുതിയ പരിപാടികളൊക്കെ ഇട്ടിരിക്കാം മുത്തശ്ശി. അത്ര കളിയാക്കണ്ടടി. ദേഹരക്ഷയെ കുറിച്ച് ഈ സ്കൂൾ വാദ്യാരന്മാർക്ക് വല്ല വിവരമുണ്ട് എന്റെ മുത്തശ്ശി? അങ്ങനെ കളിയാക്കാതെടാ ഞങ്ങള്. അയ്യോ, ഞാൻ അമ്മാവനല്ലേ പറഞ്ഞത്, ഇവളെ. പിന്നെ പോലീസുകാർക്കാ വലിയ വിവരം. അല്ല, ഇത്തിരി പോരം വരുന്ന പിള്ളേർക്ക് തറ പറ എന്ന് പഠിപ്പിക്കുന്ന നിനക്ക് 20,000 രൂപ കൈക്കൂലി കൊടുത്തില്ല. എനിക്ക് കാണായിരുന്നു. ടീച്ചർ എന്ന് പറഞ്ഞ് ഗമാണിച്ച് അടക്കാൻ പറ്റുമായിരുന്നോ? പിന്നെ അപ്പൊ ഞാൻ TTC പാസ്സായതോ? അയ്യോ, TTC എന്ന് പറയുന്ന IAS അല്ലേ? ബോഡി എവിടുന്നു? കിണറ്റിൽ വെള്ളമില്ലാന്ന് കേട്ടല്ലോ. തീരെ പറ്റിയോ? ബക്കറ്റ് പൊങ്ങില്ല. ഓഹോ, വല്ല കാര്യമുണ്ടോ ഇതിന്റെ? ഇത്രയും വലിയ വീട് ഇവിടെ കിടക്കുമ്പോ വാടക വീട്ടിൽ പോയി താമസിക്കാം. നിന്റെ അമ്മയുടെ തറവാടല്ലേ ഇത്? നിന്റെ അച്ഛനോട് 100 വട്ടം പറഞ്ഞതാ. അഭിമാനമല്ല, ദുരഭിമാനം അതിന്റെ പേര്. ബാടി മുത്തശ്ശി, നമുക്ക് നമ്മുടെ കാര്യങ്ങളിലേക്ക് കടക്കാം. ആ പത്രത്തിൽ കണ്ട മാതിരി ഇരിക്കണം നിന്റെ തടിയും മസിലും വണ്ണവും. അമ്മായിയുടെ കൈ കൊണ്ടുണ്ടാക്കണ പുട്ടിന് ഒരു പ്രത്യേക രുചിയാ. കുളൂസ് അടിക്കാതെ വേണമെങ്കിൽ കഴിച്ചിട്ട് പോ. രാവിലെ 2 കണ പുട്ടാ നിന്റെ മുത്തച്ഛന്റെ കണക്ക്. പിന്നതേ ഇത്രയും പോന്ന 2 നേന്ത്രപ്പഴം, 1 മുട്ട, 2 നാഴിപ്പാല്. ആണുങ്ങളായ അങ്ങനെ തിന്നും. അയ്യോ, ഇതെങ്ങനെ ദഹിക്കാ? അതാണ് കളരി അഭ്യാസത്തിന്റെ വിശേഷം. കല്ല് വിഴുങ്ങിയാലും വെള്ളം പോലെയാവും. ഒരു 10 ആള് വന്നാലും ഒറ്റയ്ക്ക് നിന്നടിക്കാം. ഒരിക്കൽ കാവുശ്ശേരി പൂരത്തിനൊരു തല്ലുണ്ടായി. ഒരു 10-30 മാപ്പിളന്മാര്. മുത്തശ്ശന് ഒറ്റയ്ക്ക്. ഓരോ അടി അടിച്ചുള്ളോ. വാഴ വെട്ടിയിടുന്ന പോലെയല്ല എല്ലാം വീണത്. ആ മുത്തശ്ശന്റെ രൂപവും ഗുണവും ഒക്കെ കിട്ടിയിരിക്കുന്നത് നിനക്കാ. അത് നീ മറക്കല്ലേ മോനെ. 2-3 ആളൊക്കെ വന്നാൽ ആരൊക്കെ ഞാൻ നോക്കും. അതിനുള്ളതൊക്കെ ഉണ്ട്. ഇതൊന്ന് പിടിച്ചു നോക്കിയേ. അയ്യേ, പോരെ 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 പോരെ. കളരി പഠിച്ചേ പറ്റൂ. മുത്തശ്ശി കഴിക്കേ. അയ്യോ, മുത്തശ്ശി കഴിക്കും. മുത്തശ്ശി നീ മുത്തശ്ശി കഴിക്കേ. അതിനെന്താ മോൻ? അയ്യോ, ഇത് കുറച്ചുകൂടെ ചെറുക്കൻ കാണിക്കണേ. നിനക്കല്ലേ വെച്ചിക്കുന്നു പറഞ്ഞേ? കഴിക്ക് നീ. എന്താ എന്നെ കണ്ടിട്ടാ നിർത്തിയ? ഭക്ഷണം ചുരുക്കാൻ പറഞ്ഞ നിനക്ക് ബുദ്ധിമുട്ടായല്ലേ? മുത്തശ്ശി നിർബന്ധിച്ചിട്ടാ. ഞാൻ പറഞ്ഞ വേണ്ടാന്ന്. എടാ, നീ ചോദിച്ചിട്ടില്ലേ തന്നത്? എന്തൊരു കള്ളനാ നീ. നീ നിന്റെ ഇഷ്ടത്തിന് കഴിച്ചോ. വിശന്നിരുന്ന് ശരീരം ചുരുക്കണ്ട. അച്ഛൻ ക്ഷമിക്കണം, ഞാൻ ശരിക്ക് കൺട്രോൾ ചെയ്തോളാം. ആഹാ, നീ അത് സീരിയസ് ആക്കിയോ? തെമ്മാടി. എടാ, പാലിക്കാൻ പറ്റാത്ത ഒരു കാര്യത്തിനും വാക്ക് പറയരുത്. ഇതുപോലെ ചമ്മണ്ടി വരും. ആഹാ, ഇതാണോ കാര്യം? ഞാൻ വിചാരിച്ചു വല്ല ആനക്കാര്യമായിരിക്കുന്നു. ഒന്നുമില്ല, പക്ഷെ മനസ്സിനൊരു വിഷമം. അച്ഛനെ വിഡ്ഢിയാക്കിയ പോലെയോ കളിയാക്കിയ പോലെയോ ഒക്കെ ഒരു തോന്നൽ. മൂപ്പരുടെ ഒരു ചിരിയുണ്ട്, അതാ നമ്മളെ തളർത്തി കളയുന്നത്. നീ ഒരു തൊട്ടാവാടിയാ. നീ കാണിക്കുന്ന സീരിയസ്നെസ് ഒന്നും അച്ഛന് തോന്നി കാണൂല. 2 ചീത്ത പറഞ്ഞൊന്നും തോന്നില്ലായിരുന്നു. അതൊക്കെ എന്താ രണ്ടാളും കൂടെ ഒരു ഗൂഢാലോചന? വല്ല വേണ്ടാതിനെ ഒപ്പിക്കാനാണോ? അല്ല, സേതുവിന് നല്ലൊരു കല്യാണാലോചന വന്നിട്ടുണ്ട്. അതങ്ങ് നടത്തിയാലോ എന്ന് ആലോചിക്കുക. ടീച്ചർ അഭിപ്രായം എന്താ? ആലോചിക്ക്. അവസാനം കേശുവിനെ കെട്ടേണ്ടി വരും. എന്താ, എനിക്ക് പറ്റില്ലേ? ഈ മൂപ്പരെ എനിക്ക് അറിഞ്ഞൂടെ? ഒരിക്കൽ എന്നെ ഒരാള് കാണാൻ വന്നു പറഞ്ഞ് ഈ സാറ് കാണിച്ച പരാക്രമമൊക്കെ അറിയാലോ കേശുവിന്. വീട്ടിൽ വരുന്നവരെ അപമാനിച്ചയക്കാൻ പറ്റുമോ? അവരെ അകത്ത് കയറ്റി ഇരുത്തിയത് സഹിച്ചില്ല. ഇവൾ അവരുടെ മുമ്പിൽ ചെന്ന് അണിഞ്ഞൊരുങ്ങി നിന്നിട്ടുണ്ടാവും. പെണ്ണല്ലേ ജാതി.
ആണുങ്ങളുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാൻ കിട്ടുന്ന വല്ല അവസരവും ഇവര് വെറുതെ കളയൂ. എന്തിനാ സേതോട്ട ഇല്ലാത്ത പറയണേ? ഞാൻ അവരുടെ കൺമുമ്പിൽ പോലും പോയില്ല. അയ്യോ നമ്മളെ അങ്ങ് ഒഴിവാക്കിയേക്ക്. ഈ പരിഭവം പിണക്കവും ഒക്കെയാ പ്രേമത്തിന്റെ ഒരു രസം. അതിന്റെ ഇടയിൽ നമ്മളൊരു കട്ടുറുമ്പാവുന്നില്ല. പറ്റ ടീച്ചറെ വരട്ടാ, നാളെ കാണാം. വാ ഇങ്ങോട്ടിരിക്കേ. ഞാനില്ല, വെറുതെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ. വാ വീട്ടിലേക്ക് പോ. ഓ, വീട്ടിൽ വന്നാ പിന്നെ വലിയ കാര്യായി. കണ്ണ് നിറച്ചൊന്ന് കാണാൻ കിട്ടുമോ? 3 വശത്ത് കത്തിയായിട്ട് നിൽക്കല്ലേ അറക്കാൻ. നിന്റെ അച്ഛന്റെ വക സാരോപദേശം, മുത്തച്ഛൻ ചട്ടമ്പിയായി നടന്നിരുന്ന കഥ വേറൊരു ഭാഗത്ത്, പിന്നെ നിന്റെ അമ്മയുടെ വക വേറെ. വരണുണ്ടെങ്കി വാ. ആ വന്നേക്കാം. അത്രയും ദൂരം ഒരുമിച്ച് സംസാരിക്കെങ്കിലും ചെയ്യാലോ. ആ വായനശാല എല്ലാരും കാത്തിരിക്കുക. ഇന്ന് മീറ്റിംഗ് ഉള്ള കാര്യം മറന്നോ? ആ നീ പൊയ്ക്കോ, ഞാൻ വന്നേക്കാം. അത്യാവശ്യമായിട്ട് ചെല്ലാൻ പറഞ്ഞു. ചേച്ചി ഞാൻ കൊണ്ടിട്ടോളാം. നാശം, ഇന്ന് കട്ടുറുമ്പളുടെ ഘോഷ എത്രയാ? വേഗം ചെല്ല്. പോടാ.